ഗുഡ് മോർണിംഗ് ഫോക്സ്. നമുക്കിന്ന് മൂലം നക്ഷത്രത്തിൻ്റെ ഒക്ടോബർ മാസം റീഡിംഗ് ഒന്ന് എടുത്ത് നോക്കാം. റീഡിംഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഈ നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് അതിനായിട്ട് ഞാൻ കുറച്ച് കാർഡ്സ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഏതൊക്കെയാണ് കാർഡ്സ് വന്നിട്ടുള്ളതെന്ന് നോക്കാം. ഡെത്ത് എന്നുള്ള കാർഡ് വന്നിട്ടുണ്ട്, കിങ് ഓഫ് വോൺസ് വന്നിട്ടുണ്ട്, 9 ഓഫ് വോൺസ് വന്നിട്ടുണ്ട്, 7 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, ദ ചാരിയറ്റ് എന്നുള്ള കാർഡ് റിവേഴ്സിൽ വന്നിട്ടുണ്ട്, പേജ് ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സിൽ വന്നിട്ടുണ്ട്, കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, പേജ് ഓഫ് സ്വോർഡ്സ്. ഇത്രയും കാർഡ്സാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഇതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വന്നിട്ടുള്ള ഡെത്ത് എന്നുള്ള കാർഡാണ്. അത് നിങ്ങളുടെ പാസ്റ്റ് ആണ്, അതായത് നിയർ പാസ്റ്റ്, ഒരു 2-3 വീക്സ് മുന്നുള്ളൊരു അവസ്ഥയാണ്. ഇതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസിലായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ന് വെച്ചാൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ പോലത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ല, ഒരു ഭയങ്കര ദുഃഖകരമാണോ മാനസിക സമ്മർദ്ദങ്ങൾ, അങ്ങനെ പല വിഷമങ്ങളോടുകൂടിയ ഉള്ള ഒരു മാറ്റം. സാധാരണ പോലെ ഒരു ജോലി മാറ്റം പോലത്തെ മാറ്റമല്ല, ഒരുപാട് വിഷമം സഹിച്ചിട്ടുള്ള ഒരു മാറ്റം. അത് എന്താണെങ്കിലും അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിരുന്നു നിങ്ങൾ കുറച്ച് കാലം മുമ്പ് വരെ. സെക്കൻഡ്, കിങ് ഓഫ് വോൺസ് ആണ് വന്നിട്ടുള്ളത്. അത് നിങ്ങൾ ജോലിയുടെ കാര്യമാണ് പറയുന്നത്. നിങ്ങളുടെ പാഷൻ, പ്രൊഫഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസം, അതിലൊക്കെ ഇപ്പോൾ നിങ്ങൾ നല്ലൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ആ ജോലിയിലൊക്കെയാണെങ്കിൽ നിങ്ങളൊരു വളരെ നല്ല പോസ്റ്റിലാണ് ഇരിക്കുന്നത്. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പോസ്റ്റൊക്കെ, ഒരു പ്രൊമോഷനൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അതായത് ബാക്കിയുള്ളവരെ നയിക്കുന്ന പോലത്തെ ഒരു ജോലി, ഒരു രാജാവിനെ പോലെ ഉള്ള ജോലി ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിലൊക്കെ ആണെങ്കിലും നല്ലോണം നല്ല കോഴ്സിനോ ഒക്കെ ആണെങ്കിലും ജോയിൻ ചെയ്യാനും നല്ലോണം വിദ്യാഭ്യാസത്തിനൊക്കെ ഒരു പറ്റിയൊരു സമയമാണ് ഇപ്പോൾ. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ സക്സസ്ഫുൾ ആവും തന്നെയാണ്. ജോലിയിലാണെങ്കിൽ നിങ്ങൾക്കൊരു സക്സസ് കിട്ടും, അത്ര മോശമില്ലാത്ത ഒരു സക്സസ് കിട്ടും. ഭയങ്കര നല്ലത് ആവുമോ എന്നുള്ള സംശയം തന്നെയാണ്. പക്ഷേ ജോലിയാണെങ്കിലും വിദ്യാഭ്യാസമാണെങ്കിലും നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഓക്കെ, ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലെവൽ വരെ നിങ്ങൾക്ക് എത്താൻ പറ്റും. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഒരു സക്സസ് തന്നെയാണ് അൾട്ടിമേറ്റ്ലി. നിങ്ങൾക്ക് ജോലിയിലും ഒരു സാറ്റിസ്ഫാക്ഷനും സക്സസ്സും ഒക്കെ ഉണ്ടാവും. ഫോർത്ത് കാർഡ് 7 ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത്. ഇതെന്താ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്സിൻ്റെ കാര്യത്തിൽ ഒരുപാട് എക്സ്പെക്റ്റേഷൻ പാടില്ല എന്നാണ് പറയുന്നത്. ആരോടും ഇപ്പോൾ നിങ്ങളൊരു കല്യാണം കഴിക്കാനോ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യേണ്ട. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രപ്പോസൽസ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് എക്സ്പെക്റ്റേഷൻ നിങ്ങൾക്ക് ഉണ്ടാവരുത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇതൊരു ചെറിയ കാലയളവിലുള്ളതാണ്. ഒക്ടോബർ-നവംബർ മാസത്തെ റീഡിംഗ് ആണ്. ഒക്ടോബർ-നവംബർ മാസത്തെ റീഡിങ്ങിൽ ആ ഒരു സമയത്തിൽ നിങ്ങൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യേണ്ട. അതായത് റിലേറ്റീവ്സിൻ്റെ അടുത്തുനിന്നോ ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്നോ ഇമോഷണലായിട്ടോ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങളൊരു ഇമോഷണൽ സപ്പോർട്ട് എത്രത്തോളം നിങ്ങൾ ഭയങ്കരമായിട്ട് ഒരുപാട് എക്സ്പെക്ട് ചെയ്യേണ്ട എന്നാണ് പറയാനുള്ളത്. കാരണം അത് വെറും ഇല്യൂഷൻ മാത്രമായിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം തിരിച്ചു കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതായത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന അത്ര തിരിച്ചു കിട്ടും, ഇല്ല എന്നല്ല, പക്ഷേ നിങ്ങൾക്ക് എക്സ്പെക്റ്റേഷൻ ഭയങ്കര കൂടുതലാണ്. അത്ര എക്സ്പെക്ട് ചെയ്യേണ്ട എന്നുള്ളതാണ് പറയുന്നത് ഈ കാർഡ്. ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾ ഭയങ്കര സ്പീഡിൽ പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ ചുറ്റുപാട്, നിങ്ങളുടെ സറൗണ്ടിങ്സ് നിങ്ങൾ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇത് ചാരിയറ്റ് എന്നുള്ള കാർഡ് റിവേഴ്സിൽ വന്നുകൊണ്ട് മനസ്സിലാക്കണം. അതായത് നിങ്ങൾ രണ്ടറ്റം കൂട്ടിമുട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് പറയില്ലേ, അങ്ങനെ ഒരു അവസ്ഥയിലൂടെ ആയിരിക്കും ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കേണ്ടാവുക. ഈ കാർഡ്സ് കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഈ കാർഡ്സിലെല്ലാം ഞാൻ റീഡ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇത് എല്ലാവർക്കും ശരിയാവണമെന്നില്ല. ഓക്കെ, എന്തായാലും ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ കാർഡ്സ് വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പുതിയതായിട്ടൊരു സംരംഭം തുടങ്ങാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പണച്ചെലവ് അധികമാകുമോ എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ടെൻഷൻ ഉണ്ട്. പൈസേനെക്കുറിച്ചും ഫൈനാൻസിനെക്കുറിച്ചും നിങ്ങൾക്കൊരു ആങ്സൈറ്റി ഉണ്ട്. അത് എല്ലാവർക്കും ഉള്ളതാണ്. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് അങ്ങനെ ഒരു കാർഡ് വന്നുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് ഇപ്പോൾ ഈ 2 മാസമൊക്കെ അവസാനം തീരാറാകുമ്പോഴേക്കും നിങ്ങൾ ഇമോഷണലി സ്റ്റേബിൾ ആവും. ഇപ്പോൾ നിങ്ങൾ കുറച്ച് ഇമോഷണൽ, ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ഭയങ്കര എക്സ്പെക്റ്റേഷൻസും ഇല്ലാത്തതിൻ്റെ പുറകെ പോകാനുള്ളൊരു ടെൻഡൻസിയും ഒക്കെ ഉണ്ടാവും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ബാലൻസ്ഡ് ആവും, വെൽ ബാലൻസ്ഡ് ആവും തന്നെയാണ് പറയുന്നത്. കാരണം കിങ് ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത്. അവസാനം ഇപ്പോൾ എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിക്കും. പേജ് ഓഫ് സ്വോർഡ്സ്. അതായത് നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ഇൻ്റലക്റ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ എന്താ പറയുക, നോളജൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് നിങ്ങൾ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നതെങ്കിൽ തൽക്കാലം അതിനൊന്നും വേണ്ടി ശ്രമിക്കേണ്ട. അധികം നിങ്ങളുടെ നോളജ്, നിങ്ങളുടെ സ്കില്ലും ഇമ്പ്രൂവ് ചെയ്യാമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ജോലിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കില്ലും ഇമ്പ്രൂവ് ചെയ്യുന്നതിൽ മാത്രം ശ്രദ്ധിക്കുക.
പൈസ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങളിപ്പോൾ ചിന്തിക്കേണ്ട, കാരണം അത് അധികം നടക്കുമോ എന്നുള്ളത് സംശയമാണ്. പക്ഷേ ഈ ഒരു സമയം നിങ്ങളുടെ നോളേജും നിങ്ങളുടെ അറിവും കാര്യങ്ങളും വർദ്ധിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. അതായത് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് കാര്യമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയായിരുന്നു. അതിനിപ്പോൾ നിങ്ങൾ കുറച്ച് നിങ്ങളുടെ ജോലിയിലൊക്കെ വളരെ നല്ലൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ജോലിയിൽ നിങ്ങൾക്ക് ചെറിയൊരു സക്സസ് ഒക്കെ കിട്ടും. ഒരുപാട് ഇമോഷൻ്റെ റിലേഷൻഷിപ്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് എക്സ്പെക്റ്റേഷൻ ആരെടുത്തും വേണ്ട. അതിപ്പോൾ എംപ്ലോയർ ആയിക്കോട്ടെ, എംപ്ലോയർ റിലേഷൻഷിപ്പിലായിക്കോട്ടെ, റിലേറ്റീവ്സ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഒരുപാട് എക്സ്പെക്റ്റേഷൻ വേണ്ട. നിങ്ങൾക്ക് ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാവും. നിങ്ങളുടെ സാഹചര്യം, നിങ്ങളുടെ ഇപ്പോഴത്തെ എൻവയോൺമെൻറ്റ്, നിങ്ങളുടെ ചുറ്റുപാട് എന്ന് പറയുന്നത് നിങ്ങൾ എത്ര മുന്നോട്ട് പോകാൻ ശ്രമിച്ചാലും പുറകോട്ട് വലിക്കുന്ന ഒരു എൻവയോൺമെൻറ്റ് ആണ്. ഫൈനാൻഷ്യൽ പ്രശ്നങ്ങൾ വരുമെന്നുള്ള ആങ്സൈറ്റി നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഈ 2 മാസം. കുറച്ച് കഴിയുമ്പോൾ ഈ 2 മാസം അവസാനമൊക്കെ ആകുമ്പോഴേക്കും നിങ്ങൾ ഇമോഷണലി സ്റ്റേബിൾ ആവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നോളേജ് വർദ്ധിപ്പിക്കാൻ മാത്രം ശ്രദ്ധിക്കുക. കൂടുതൽ വേറെ റിലേഷൻഷിപ്സിനോ അല്ലെങ്കിൽ വേറെ ഒന്നിനും പൈസയ്ക്കോ ഒന്നും ഒരുപാട് അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് ആങ്ഷ്യസ് ആവണ്ട. അതൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല. അതിനെക്കുറിച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ അതിനെക്കുറിച്ചൊന്നും ആങ്ഷ്യസ് ആവണ്ട. ചെയ്യുന്ന കാര്യങ്ങൾ അത് മാത്രം ശ്രദ്ധയോടെ ചെയ്യുക എന്നുള്ളത് മാത്രം, അത് മാത്രമേ ഇപ്പോൾ ചെയ്യാനുള്ളൂ എന്നാണ് ഈ കാർഡ്സ് പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ നോളേജ് വർദ്ധിപ്പിക്കുക, നിങ്ങളുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക, അത് മാത്രമേ നിങ്ങൾക്ക് ഈ 2 മാസത്തേക്ക് ചെയ്യാനുള്ളൂ. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബെറ്റർ ആവും. നിങ്ങൾ ഇമോഷണലി സ്റ്റേബിൾ ആയിട്ട് നിൽക്കുക. ഇമോഷൻസിനെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്? നിങ്ങൾ ഭയങ്കര നെഗറ്റീവ് ആവുന്നുണ്ടോ, ഡൗൺ ആവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് അപ്പോൾ തന്നെ നിങ്ങൾ ഒരു സെൽഫ് കറക്ഷൻ നിങ്ങളതിനെ കോൺഷ്യസ് ആയിട്ട് ചെയ്യേണ്ടി വരും. ചെയ്ത് ഇമോഷണലി സ്റ്റേബിൾ ആവുക. നിങ്ങളുടെ ജോലി, നിങ്ങളുടെ സ്കില്ല് അത് മാത്രം ഇമ്പ്രൂവ് ചെയ്യുക. 2 മാസത്തേക്ക് നിങ്ങൾ അതിൽ മാത്രം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കാർഡ്സ് പറയുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ഇത് എത്രത്തോളം ശരിയായി എന്നുള്ളത് നിങ്ങൾ നോക്കൂ. ഓക്കെ, താങ്ക് യു ഫോർ യുവർ ടൈം.